7 വണ്ടികൾ. ഇതാ KBFC ഡയോസ് വേഴ്സസ് KBFC എന്ന് പറയുന്ന പ്രീവാർ ഇതാ നിമിഷങ്ങൾ ഇതാ ഏറ്റുമുട്ടിയിരിക്കുന്നു. ആദ്യത്തെ പിറ്റിംഗ്, യെസ് ആദ്യത്തെ പിറ്റിംഗ് ഇതാ സെർബസിന്റെ വണ്ടിയുമായിട്ട് പിറ്റ് ചെയ്തിരിക്കുന്നു. ഇതാ ബ്രൂസ്ലി സെർബസ് അടങ്ങുന്ന ഒരു വണ്ടി ഇതാ പെട്ടിരിക്കുന്നു. ഇല്ല പെട്ടിട്ടില്ല, ഇത് 2 വണ്ടി അവരെ ഉന്നം വെച്ചിരിക്കുന്നു. ബോളിന്റെ അവിടെ ഒരു കൂട്ടർ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഇല്ല ഇറങ്ങിയിട്ടില്ല. വീണ്ടും നമുക്ക് നോക്കാം. KBFC വേഴ്സസ് ഡയോസ്. വീണ്ടും KBFC ഏകദേശം ഫാക്ടറി സൈഡ് ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ആണോ? ഇല്ല, അവിടെ ഇറങ്ങാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതാ വീണ്ടും മുന്നോട്ട്. KBFC ഇതാ ഫസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ആരുടെ സൈഡിൽ നിന്നായിരിക്കും ആദ്യത്തെ ഇനിഷ്യലി നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, വീണ്ടും ജിയില് ഡയോസ് എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്, റീഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാ KBFC ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. സെർബസ് ഇതാ ഇറങ്ങി. ഫസ്റ്റ് ഫയറിംഗ് സെർബസിന്റെ സൈഡിൽ നിന്ന്, KBFC സൈഡിൽ നിന്നാണ് ആദ്യത്തെ ഫയറിംഗ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. വീണ്ടും ഡയോസ് വീണ്ടും കുറച്ച് ബാക്കിലോട്ട് വലിഞ്ഞു. ഇതാ ബോളിന്റെ അവിടെ ഡയോസ് ഇറങ്ങിയിട്ടുണ്ട്. ഇസൂക്കു സ്പീഡ് ബോളിന്റെ അവിടെ നിന്ന് ഇറങ്ങി അടിക്കുന്നുണ്ട്. ഇതാ നമുക്ക് 5 കണ്ടിയുടെ ചെറിയൊരു ശബ്ദം, ഞാൻ ശബ്ദരേഖ ഇങ്ങ് അറ്റം വരെ കിട്ടു. ഇതാ KBFC ബാക്കിലോട്ട് വലിഞ്ഞിരിക്കുന്നു. ഒരു ലേശം ഇപ്പൊ ഫാക്ടറിയുടെ മണ്ടയിൽ ഇറങ്ങുന്നുണ്ടോ? ഫാക്ടറിയുടെ മണ്ടയിൽ ഇറങ്ങാൻ വേണ്ടി ഒരു പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ആ ഫാക്ടറിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലത്ത് തന്നെ ഇറങ്ങി ചെറുതായിട്ട് ഒന്ന് കവിളിപ്പിക്കാനാണ് പ്ലാൻ. ഇല്ല, ആ കവിളിപ്പിക്കലിൽ ഡയോസ് വീഴില്ല എന്ന് പറഞ്ഞു ഡയോസ് വീണ്ടും ബോൾ സൈഡിലോട്ട് വീണ്ടും ബാക്ക് വലിഞ്ഞിരിക്കുന്നു. KBFC നോക്കുകയാണ്. ഇതാ സെർബസ് ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഒരു ടാഗ് കൊടുക്കുമോ? ബോളിന്റെ അവിടെ ഡയോസ് ഇറങ്ങുമോ? ആരും ഇറങ്ങിയിട്ടില്ല. ഇതാ കായുടെ വണ്ടി ആരാ? നമ്മുടെ സ്റ്റീവ് ഓപ്പി. ഇതാ 2 പേര് ഒരുമിച്ചിരുന്ന ഏത് ഓപ്പോസിറ്റ് ഇറങ്ങുമോ? യെസ്, റോ പയ്യൻ ഇറങ്ങി നല്ലൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. ടയർ പൊട്ടിയോ? ടയർ പൊട്ടിന്ന് വേണം. ഇല്ല, ടയർ പൊട്ടിയിട്ടില്ല. ഏകദേശം അക്കരയും ഇക്കരയും നിന്നാണ് ഇവരുടെ കളികൾ. ഒരൊറ്റ കോള് വിളിച്ചിരിക്കുന്നു. നമുക്ക് തിരിച്ച് പുറകെ പോവാന്ന് പറയുന്നു. അസറപ്പ് നിൽക്കുന്ന വണ്ടി ഇസൂക്കു സ്റ്റീവ്. ഇതാ മല സൈഡിന് താഴെ ഒറ്റയ്ക്കൊരു വണ്ടിയെ 4, 5, 6, 7 വണ്ടികൾ ഇതാ പിന്തുടരുന്നു. ബോളിന്റെ അവിടെ KBFC ഇറങ്ങിയിരിക്കുന്നു. യെസ്, KBFC മൊത്തം ബോളിന്റെ അവിടെ ഇറങ്ങി. ആ ഒരു ബെയ്റ്റിൽ നമ്മൾ വിഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഡയോസ് വീണ്ടും ബാക്കിലോട്ട് പോയിരിക്കുന്നു. ഡയോസിനെ വീണ്ടും വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി കായ് വരുന്നു. കായ് നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പിറകെ വരൂ. നേരത്തെ KBFC നിന്ന സ്ഥലത്തോട്ട് ഡയോസ് തിരിച്ച് കയറിയിട്ടുണ്ട്. മല സൈഡ് ഫാക്ടറി ബാക്കിലത്തെ മലയുടെ മണ്ടയിൽ ഡയോസ് നിൽക്കുന്നുണ്ട്. KBFC ഒരു ഹണ്ടിങ് മോഡിലോട്ടാണ്. ഡയോസ് അതിനപ്പുറം. ഇത് ഡയോസ് തിരിച്ച് എന്നെ ഹണ്ട് ചെയ്ത് തിരിച്ച് ഞാൻ ഹണ്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മലമേളിൽ മല കയറിക്കൊണ്ട് പോകുന്നു ഡയോസ്. 2 പേരും ഒന്നിനൊന്നും മെച്ചമായിട്ട് കളിക്കുന്നുണ്ട്. നമുക്ക് കാണാം. ഇവിടെ ഇതിപ്പോ നീ എന്റെ കൂടെ വരേണ്ടി വരും. ഞാൻ ഇപ്പൊ ആൾക്കാരെ പറയണ നിനക്ക് കാണാൻ പറ്റുമോ? ഞാൻ ഇതാ റോ പയ്യൻ ന്യൂബിന് ഒരു ഇത് അപ്രോച്ച് ചെയ്തു. KBFC ഇപ്പൊ കുറച്ചൊരു ഡിഫൻസീവ് പൊസിഷനിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. മലയുടെ മുകളിൽ കുത്തി ഫാക്ടറിയുടെ ബാക്കിലെ മലയുടെ മുകളിൽ ആളാരാണെന്ന് അറിയാതെ വാവർന്നും മിണ്ടാതിരിക്കുക. ചക്കെന്ന് പറയുമ്പോ കൊക്കെന്നാണ് ഞാൻ ഇവിടെ കേൾക്കുന്നത്. അതുകൊണ്ട് മിണ്ടായിരിക്കുന്നത് ചന്ദ്രൻ. ഇതാ ബ്രൂസ്ലി മാറ്റിക്കോ. ഒരു അഗ്രഷൻ. അതെ, ഇപ്പൊ നേരെ ഉൾട്ടയായിട്ട് നേരത്തെ ഡയോസ് ഇവിടെ നിന്നെടുത്ത് KBFC വന്നു. KBFC നിന്നെടുത്ത് ഡയോസ് വന്നിരിക്കുന്നു. ഒരു ഡിഫൻസീവ് സ്ട്രാറ്റജിയാണ് ഇപ്പൊ 2 പേരും. ആ ഒരു ഇതൊരു ഒരു സെർബസിന്റെ ഒരു ഫയറിംഗ്. പക്ഷേ
അത് അവിടെ നിന്ന് അവരെ ഒന്ന് തുരത്താൻ വേണ്ടിയുള്ളൊരു ഓക്കെ വീണ്ടും ഇതാ അഗ്രസീവ് പൊസിഷനിലേക്ക് വീണ്ടും ഡയോസ് വരുന്നു. ഡയോസ് ഇവിടെ കുത്തുമോ? ഡയോസ് ബോളിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിന്റെ അവിടെ കുത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വരുന്നുണ്ട്. ഒന്നും മിണ്ടായില്ല. വീട്ടിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീട് ഏതെന്ന് അറിയാമോ? അത് ഇതാണ്. അവിടെ മേലെ കുത്തി അടിക്കണോ? എന്റെ പൊന്നി കിഴങ്ങ, എടാ ഇതാണ് വീട് ബോളിന്റെ ഓപ്പോസിറ്റ്. പറഞ്ഞത് എന്റെ ഫ്ലോ കളഞ്ഞടേ പോയടേ മൂട് പോയി. നമുക്കപ്പോ വീണ്ടും കമന്ററിയിലേക്ക് തിരിച്ചു പോവാം. ഒരു വണ്ടിയുടെ 4 ടയറും പോയിട്ടുണ്ട്. നമ്മുടെ ഡിങ്കൻ ഡേവിഡ് ഉള്ള ഒരു വണ്ടിയാണ്. ഡിങ്കൻ ഡേവിഡ് എയിമിന്റെ വണ്ടിയാണ്. 4 ടയറും ഇല്ല, 3 ടയറില്ല. ഒരു വണ്ടി 2 വണ്ടി. ഡയോസ് നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു. ടയർ പോയാൽ സ്പോട്ടിൽ റിപ്പയർ എന്നുള്ളൊരു സ്കീമിലോട്ട് തന്നെ ഡയോസ് പോയിട്ടുണ്ട്. സ്പോട്ടിൽ റിപ്പയർ ചെയ്തു. വീണ്ടും ഇനിയിപ്പോൾ ടയർ ഇല്ലാത്തതുകൊണ്ട് ഐദർ KBFC ഡയറക്റ്റ് പുഷ് ചെയ്യുക, ഇല്ലെങ്കിൽ KBFC ഇവിടെ നിന്ന് മാറി റിപ്പയർ ചെയ്ത് വീണ്ടും ഒന്ന് റെഡിയായി വരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇല്ല, അവരെ ഒന്ന് പ്ലാൻ ചെയ്ത് ബാക്കിലോട്ട് നിന്ന് ഒരു ലോങ് ഇല്ല, അത് ചെയ്തിട്ടില്ല. ഒന്ന് ബാക്ക് കറങ്ങി വന്നൊരു ഫ്ലാങ്ക് എടുത്ത് അടിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ മാക്സിമം വണ്ടിയുടെ ടയർ പൊട്ടിക്കുന്നതനുസരിച്ച് ഇവർക്ക് അഡ്വാൻറ്റേജ് നേടിക്കൊണ്ടിരിക്കും. അതാണ് ഇതിനകത്തുള്ള മെയിൻ കാര്യം. സ്റ്റിൽ ബോളിംഗ് പോസിറ്റുള്ള വീട്ടിൻ്റെ മണ്ടയിൽ നിന്നും റേ ഡയോസ്, സുനിമോൻ, W സ്റ്റീവ്, ഡയോസ്, ഓസ്കി ഇവരെല്ലാവരും ഇറങ്ങി നിന്ന് അടിക്കുന്നുണ്ട്. ഒരു വണ്ടി ആൾക്കാരാണ് അവിടെ ഇരുന്ന് അടിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ റിസ്കി മാറ്റർ. പക്ഷേ അത് റിസ്ക് കുഴപ്പമില്ല എന്നും പറഞ്ഞ് ബാക്കിൽ ഡയോസ്, ചരൺ, ലൂക്ക, ഹോമോസാപ്പൻ, സ്വപ്നം ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് നോക്കി KBFCയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ന്യൂബ്, ദ മീൻ, ഫോർസേക്കൻ, ബെറ്റ് നിന്ന് അവിടെ നോക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് എന്താണ് അവരുടെ അടുത്ത് നീക്കം എന്നുള്ളത്. അവരൊരു റിട്രീറ്റ് വിളിച്ചിരിക്കുന്നു. നേരെ എൻ്റെ വിശ്വാസത്തിൽ പലേറ്റോ സൈഡിലേക്ക് പോയി അവർ ഒന്ന് റിപ്പയറിങ് എന്നുള്ള രീതിയിൽ വളരെ നല്ലൊരു മൂവാണ് ഇപ്പോൾ KBFC ചെയ്തിരിക്കുന്നത്. കാരണം അത് അവർക്ക് റിപ്പയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു വണ്ടി നിന്ന് കറങ്ങുന്നുണ്ട്, പമ്പരം പോലെ പമ്പരം കണക്ക് ഞാൻ കറങ്ങി ഞാനെന്ന് പറയുന്ന പോലെ ഇതാ നിന്ന് കറങ്ങുന്നു. ഇതാ റോക്കറ്റ് ലീഗ് 2.0 ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി ഇറങ്ങണം. ഈ സമയത്ത് ഒരു വണ്ടി ഇതാ മലയുടെ മേലിൽ ഒരു റൗണ്ട് വണ്ടി ഒരു ചരൺ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ല, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ 3 വണ്ടി ആൾക്കാരാണ് ഇറങ്ങേണ്ടത്. 3 വണ്ടി ആൾക്കാർ ഇങ്ങോട്ട് മാറി പ്ലാൻ ചെയ്യുന്നുണ്ട്. KBFC അബു ആൻഡ് ടീം ഇവിടെ ഇറങ്ങുമോ? ഇറങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അവരവിടെ നിന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ഇപ്പം അബുവിൻ്റെ വണ്ടിക്ക് നല്ലൊരു ടാഗ് വന്നേനെ. ആൻഡ് ഇവർ വീണ്ടും ഒരു ഹൈ റിജിലോട്ട് കളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. KBFCക്ക് വളരെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ 4 ടയറും പൊട്ടി എന്നുള്ളതാണ്. ഇത് ഓപ്പോസിറ്റ് നിന്നും ഡയോസിൻ്റെ ആൾക്കാർ KBFCക്ക് നല്ല ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേ ടാഗ് അവിടെ നിന്ന് നേരെ തിരിച്ചും വരുന്നുണ്ട്. കാരണം ഇവരിപ്പോൾ ഒരു മല സൈഡിലാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ആൻഡ് ഐ ബിലീവ് ഒരു വണ്ടി ഗ്രൗണ്ടിൽ ചുറ്റി കളിക്കാനാണ് പ്ലാൻ. KBFC ഇത് മല കയറി എവിടെ പോണ്? ചില്ലിയാടിന്റെ മണ്ടയിൽ കളികൾ മാറ്റാമെന്നുള്ളൊരു പ്ലാൻ. ടയറിന്റെ അഡ്വാൻറ്റേജ് ഇതാ വീണ്ടും KBFCക്ക് പിന്നാലെ ഡയോസ് മുന്നിട്ട് ഏറിക്കൊണ്ടിരിക്കുന്നു. ബ്രൂസ്ലി സെർബസ് ഇറങ്ങിയിട്ടുണ്ട്. അത് കയറിയതുപോലെ തന്നെ താഴോട്ട് ഇറങ്ങി. താഴെ അടിച്ചടിച്ച് മെളി കയറാനാണോ KBFC? ഇവരെല്ലാരും ഇവിടെ എത്തി. ബെറ്റിനെ എടുക്കുന്നു. താഴെന്നും കവർ ചെയ്ത് ഏറ്റവും വലിയ KBFC നിർത്തിയേക്കാണ്. KBFC അവിടെ നിന്ന് ഫുൾ പുഷ് ഔട്ട് താഴോട്ട്. അതിന്റെ ബാക്കിൽ ഡയോസ് കൊത്തിയിരിക്കുന്നു. KBFC ഒരു ചെറിയൊരു സാൻഡ്വിച്ച് പൊസിഷനിലാണ്. KBFC പിക്ക് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് ടീം ഒരേ രീതിക്ക് തന്നെ ഫയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ രീതിക്ക് നല്ലൊരു ഫയറിംഗ്.
ഡയോസ് ഒരുപാട് KBFC ആൾക്കാരെ ഡൗൺ ആക്കിയിട്ടുണ്ട് ഇതുവരെ. ഡയോസിലെ ഡിങ്കനെയൊക്കെ ഡൗൺ ആയി, KBFC ഡിങ്കനായി. രണ്ട് രീതിക്ക് പോകുന്നു. ഇത് നേരെ വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ ഡയോസാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. ഓക്കെ, ദിസ് മീൻസ് only one guy is alive, I guess. ഡയോസ് സ്പീഡോ ആരെയും അടിക്കുന്നുണ്ട്. Okay, Sonimon. Okay, this has been a wonderful match between Dios and KBFC, and I believe KBFC യുടെ ഒരു പ്ലെയർ ഒരാൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ലൈക്ക് ഹെലി പ്ലെയർ രക്ഷപ്പെട്ട് ബെയ്റ്റ്മാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. നീ ഇറങ്ങുന്നുണ്ടോ അവിടെ? അല്ല രണ്ടുപേരുണ്ടോ? അല്ലല്ല, ഞാൻ ഹീലായതാ. അല്ല, ഹീലല്ല, മീൻസ് ഫുഡ് തന്നതാ. ഞാൻ TX നോക്കളിപ്പില്ല. വിളിക്കാണ്ടോ? ശ്രദ്ധിച്ചാണേ. ഓക്കെ, KBFC ഇത് അടിച്ചുവിടാൻ പറ്റത്തില്ലേ? കത്തിക്കല്ലേ? ഇല്ല, കത്തിക്കാം. ഫാർവി അടിക്കണ്ടേ? ഓ, സംസാരം നോക്കിട്ടെ. എടാ മറ്റേ ചാറ്റ് നോക്കിയോ? വലിച്ചൂരി പേര് പറയോ? ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കാം. 211 വലിച്ചൂരി. അല്ല, പേര് പറയണേ മാത്ത. KBFC സർബസ്. ഓക്കെ, എന്തായാലും കത്തിക്കാനുള്ള ഉദ്ദേശമല്ലേ? അതെ. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇതുവരെ ഊരിയിട്ടില്ല, നോക്കാം. അയ്യോ, എന്റെ കമന്ററി എങ്ങനെ ഉണ്ടായിരുന്നോ എന്തോ. അടിപൊളി കമന്ററി. ഓക്കെ, സോ പ്രീവാർ ശ്രദ്ധിച്ചോണേ, അവിടെ ആരെങ്കിലും ഒരാളെ താഴെ നിന്ന് സംസാരം ശ്രദ്ധിച്ചോണേ. ഞാൻ പോയിട്ടില്ല, ആരോട് പോയി കഴിച്ചാവൂല. മാത്താ നോക്കിക്കോളെ അവിടെ സംസാരം എന്തെങ്കിലും പോകാവുന്നതാണ്. എടാ പിന്നെ ആദർശ, പറഞ്ഞു. മറ്റേ മെനുവില് നീ മെനു പണിയുമല്ലേ? മറ്റേ ഞാൻ പറഞ്ഞ